ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മല്ലിക ബങ്കനപ്പള്ളി ഏതാണ് നമ്പർ 1 എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഭൂരിപക്ഷ ആൾക്കാർക്കും ഇഷ്ടം ഈ മല്ലികയായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്ന് നോക്കാം. ഇത് മല്ലിക ഏതാണ്ട് 1/2 കിലോ ആവറേജ് വെയിറ്റ് വരും. കേസർ, നീലം ഈ രണ്ട് മാങ്ങ ഇനങ്ങളുടെ സങ്കരമാണ് ഈ മല്ലിക. ഇത് ബങ്കനപ്പള്ളി, ആന്ധ്രാപ്രദേശിലെ ബങ്കനപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന് ഭൗമസൂചിക പദവി ലഭിച്ച ഒരു മാങ്ങ. ഇതും മല്ലികയും അല്ല, ഏതാണ്ട് ഒരേ വെയിറ്റ് തന്നെയായിരിക്കും. നാട്ടിലെ മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന 2 ഇനങ്ങളാണിത്. അപ്പോൾ നമുക്ക് ബങ്കനപ്പള്ളി ഒന്ന് മുറിച്ച് നോക്കാം. ഇത് നന്നായി മൂത്ത് പഴുത്തതാണെങ്കിൽ ആ ഞെട്ടിൻ്റെ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കും. നന്നായി പഴുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകവും പുറമെല്ലാം ഏതാണ്ട് ഇതേ ഒരു മഞ്ഞ കളറായിരിക്കും. അധികം കട്ടിയില്ലാത്ത തൊലിയാണ്. പിന്നെ ഫൈബർ കുറവാണ്, വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോകാൻ സാധ്യതയുണ്ട്. ഇത് മല്ലിക. ഇതിൻ്റെ ഉൾവശം ഒരു ഓറഞ്ച് കളറായിരിക്കും. കുറച്ച് ഹാർഡാണ് അതിൻ്റെ ആ ഒരു പൾപ്പ്. അത് ആ നീലത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി അതിന് കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമാണിത്. പിന്നെ ചെറിയൊരു പുളി ഉണ്ടാവും. ഈ അൽഫോൺസ മാങ്ങേൻ്റെ എല്ലാം ഒരു ടേസ്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്ലേവറിന് ചെറിയൊരു മാറ്റം മാത്രം. ഇതിൻ്റെ അണ്ടി വളരെ തിന്നായിരിക്കും, ഭാരം കുറവ്, ഒരു 50-60 ഗ്രാം മാത്രമേ ഉണ്ടാവും. ഈ 2 മാങ്ങയും നല്ല മധുരമുള്ളതാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് മല്ലികയാണ്. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നുണ്ട്.
ബംഗനപ്പള്ളി നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. മല്ലിക പക്ഷേ പൂക്കാനൊക്കെ കുറച്ച് താമസം എടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ മണ്ണിൻ്റെ pH ലെവൽ 7-8 നിൽക്കണം. പിന്നെ സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ.